സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ അനന്തകൃഷ്ണൻ. ആ അനന്തകൃഷ്ണന് പിന്നിൽ ബി.ജെ.പിയുടെ ഉന്നത നേതാവും സംഘവും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അനന്തകൃഷ്ണൻ സമൂഹത്തിലെ പല കോണുകളിലെ ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു. 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലിരിക്കവെ ഇയാൾ ശബ്ദ സന്ദേശവും അയച്ചിട്ടുണ്ട്. സമാഹരിച്ച പണം വകമാറി വേറെ പദ്ധതിക്ക് നിക്ഷേപിച്ചെന്നും ഇടപാടുകാരുടെ പണം മുഴുവൻ തന്നു തീർക്കുമെന്നും ഇയാൾ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷമുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത്. വിചാരിച്ച പോലെ ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചില്ല. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പല്ല. ആരും പുതിയ കേസുകൾ കൊടുക്കരുതെന്നും ജയിലിൽ നിന്നും വന്നാൽ സ്കൂട്ടർ വിതരണം നടത്തുമെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അറസ്റ്റിലായ ശേഷം തന്നെ കാണാനെത്തിയ സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് അനന്തകൃഷ്ണൻ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. കേസ് കൂടിയാൽ തനിക്ക് പുറത്തു വരാനാവില്ല. ഫണ്ട് റോൾ ചെയ്തപ്പോൾ ഉദ്ദേശിച്ച തുക ലഭിച്ചില്ല. NGO കോൺഫെഡറേഷൻ നേതാക്കൾ തന്നെ കൈവിട്ടു. ഒറ്റയ്ക്ക് തനിക്ക് ഉത്തരവാദിത്വം ചുമലിലേൽക്കേണ്ടി വന്നു. 7 സ്ഥാപനങ്ങൾ CSR ഫണ്ട് തരാൻ തയ്യാറാണ്. അവരുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. അതിനിടെയാണ് അറസ്റ്റ് ഉണ്ടായത്. അവിടെ നിന്നും പണം ലഭിക്കും. പുറത്തു വന്നാൽ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ പണവും വാഹനവും നൽകാനാവും, അനന്തകൃഷ്ണന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ഉപയോഗിച്ച് ഗൃഹോപകരണങ്ങൾ തൊട്ട് ഇരുചക്ര വാഹനങ്ങൾ വരെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പിൽ എറണാകുളം ജില്ലയിലെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവിന് പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ പുറത്തു വന്നിരുന്നു. പകുതി തുക മുൻകൂറായി അടച്ച് കാത്തിരിക്കണം സ്കൂട്ടർ കിട്ടാൻ. ഊഴമെത്തുമ്പോൾ സാധനങ്ങൾ കിട്ടുമെന്നാണ് വാഗ്ദാനം. മൂവാറ്റുപുഴ സോഷ്യോ ഇക്കോണമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. മൂവാറ്റുപുഴയിൽ മാത്രം 1200 പേർക്കാണ് സ്കൂട്ടർ നൽകാനുള്ളത്. ഏതാണ്ട് 9 കോടിയോളം രൂപ ഇതിനായി വേണം. എന്നാൽ നയാ പൈസ പോലും ഇയാൾക്ക് CSR ഫണ്ടിൽ നിന്ന് ഇത്രയും കാലത്തിനിടെ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2022 മുതൽ ഇരുചക്ര വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ 50% ഇളവിൽ നൽകുമെന്നാണ് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നത്. സംസ്ഥാനത്തുടനീളം ഇങ്ങനെ പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ എല്ലാ ജില്ലകളിൽ നിന്നും പരാതികൾ വരുന്നുണ്ട്. 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടർ 60,000 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം. പ്രാദേശിക തലത്തിൽ വാർഡ് അംഗത്തെയും മറ്റും സ്വാധീനിച്ച് സ്വീറ്റ് സൊസൈറ്റി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്.